മാന്യ പ്രേക്ഷകരെ എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം നമ്മുടെ PD സതീശൻ ഗവൺമെൻറ് UDF ഗവൺമെൻറ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്ന സ്ത്രീകളുടെ സൗജന്യ യാത്ര ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സോഷ്യോ എക്കോണമിക് എഫക്റ്റ് വളരെ കൂടുതലായിരിക്കും. സ്ത്രീജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് അവർ നാടും സംസ്ഥാനവും ജില്ലകളും ഒക്കെ സഞ്ചരിച്ച് അറിവ് നേടുകയും അതോടൊപ്പം തന്നെ ടൂറിസം വികസനവും ഒരു കുടുംബനാഥൻ എന്നുള്ള തരത്തിൽ നിന്നും കുടുംബനാഥയിലേക്കുള്ള പരിവർത്തനത്തിൽ അത് വളരെയധികം സാമ്പത്തികമായും സാമൂഹികപരമായും കേരളത്തിലെ വളരെയധികം വ്യത്യാസം വരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിജി പറഞ്ഞതുപോലെ അദ്ദേഹം ഉറപ്പുകൾ പറയുന്നത് നടപ്പിലാക്കാനാണ്. അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികൾ പറഞ്ഞ ആളുകളെ മുച്ചൂടം കബളിപ്പിക്കുന്ന രീതികൾ അല്ല. ഇപ്പോൾ ഈ സൗജന്യ യാത്ര, സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും ബംഗാളിലും വേറുള്ള സംസ്ഥാനങ്ങളിലും ഒക്കെ എല്ലാവരും തന്നെ ഇപ്പോൾ ഇത് നടപ്പിലാക്കുന്നുണ്ട്. ഈ സൗജന്യ യാത്രയുടെ ഗുണവശം എന്താണെന്ന് ചോദിച്ചാൽ പൊതു ഇടങ്ങളിൽ ഇറങ്ങി പൊതുവിജ്ഞാനം സ്ത്രീകൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട വീട്ടിൽ തന്നെ അടച്ചുകൂടിയിരിക്കുന്ന സ്ത്രീകൾക്കും മറ്റുള്ളവർക്കുമൊക്കെ ധാരാളം ലഭിക്കുകയും ആ വിജ്ഞാനം കുട്ടികളിലേക്ക് പകരുകയും അതോടൊപ്പം തന്നെ ഒരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട്, നല്ലൊരു തുക അവർക്ക് മിച്ചം വെക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. വളരെ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ബഹുഭൂരിപക്ഷമാണ് നമ്മുടെ കേരളത്തിലെ സ്ത്രീജനങ്ങൾ. ആ തുക അവർ കുടുംബത്തിൻ്റെ ഉന്നതിക്കും ഉന്നമനത്തിനും വേണ്ടി വിനിയോഗിക്കുന്നു. സാർവത്രികമായി ആ തുക അത് വരുന്ന തലമുറകളിലേക്കും വിദ്യാഭ്യാസ നിലവാരത്തിലേക്കും ഒക്കെ അത് വിനിയോഗിക്കപ്പെടും. രണ്ടാമതായി പുതിയ ഗവൺമെൻറ്റിൻ്റെ ഈ നയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു ഉണർവ് വന്നിരിക്കുന്നു. ക്രമസമാധാനത്തിൽ വിശ്വാസമില്ലാതെ കള്ളത്തരവും കൊള്ളയും നടത്തുന്ന പോലീസുകാരും ഡ്രഗ് മഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ ജനങ്ങൾക്ക് ഭയമായിരുന്നു. ജനങ്ങൾക്ക് സ്വൈര്യജീവിതം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും സഞ്ചരിക്കാനുമുള്ള നയം പ്രഖ്യാപിച്ചത് ജനങ്ങളിൽ ഉണർവ് ഏകി. ഇടതാണെങ്കിലും വലതാണെങ്കിലും ഏത് പാർട്ടിക്കാരാണെങ്കിലും കുറച്ച് തൽപര കക്ഷികൾ ഒഴിച്ച് സാമാന്യ ജനത്തിന് സ്വൈര്യജീവിതവും ആണ് ആശിക്കുന്നത്. ആ സ്വൈര്യജീവിതത്തിന് വേണ്ടുന്ന സഞ്ചാര സ്വാതന്ത്ര്യവും അതാണ് വേണ്ടത്. അതോടൊപ്പം തുടക്കം തന്നെ മുൻവാതിലിലൂടെ ഒന്നാമതായി PSCയിൽ വന്ന ഡ്രൈവർ ഷീലായും അതേപോലെ കണ്ടക്ടറും സ്ത്രീ ശാക്തീകരണത്തിന് മുതൽക്കൂട്ടായിക്കൊണ്ട് തുടക്കം കുറിച്ചത് വളരെ നന്നായി. നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഔട്ട്.